ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ്. നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളൊക്കെ നേരിടുന്നുവെങ്കിൽ പല കാര്യങ്ങളും ചെയ്തു സാമ്പത്തികമായിട്ട് ഉയർച്ച നേടുന്നതിന് വേണ്ടി. എന്നാൽ വീണ്ടും വീണ്ടും സാമ്പത്തികമായി പരാജയപ്പെടുകയാണ്. അത്തരത്തിലുള്ളൊരു അനുഭവമാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ ഇന്നത്തെ വീഡിയോ നിങ്ങളെ വളരെയധികം സഹായിക്കും. സാമ്പത്തിക പ്രതിസന്ധി, സാമ്പത്തികമായി ഉയരണമെന്ന് ആഗ്രഹിച്ചു നടക്കാത്ത അവസ്ഥ, കൂടുതൽ കടങ്ങളിലേക്ക് വീണ്ടും വീണ്ടും പോകുന്ന അവസ്ഥ, സാമ്പത്തികമായി വല്ലാത്ത കഷ്ടപ്പാടും ബുദ്ധിമുട്ടൊക്കെ നിങ്ങൾക്ക് അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഇന്നത്തെ ഈ ക്ലാസ് നിങ്ങൾ കേൾക്കുക. ഇത് നിങ്ങൾ അത്തരം പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വളരെയധികം സഹായിക്കും. സാമ്പത്തികമായി ഉയരുന്നതിന് നിങ്ങളെ സഹായിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഐശ്വര്യപൂർണമായ ഒരു ജീവിതം, സാമ്പത്തികമായ അഭിവൃദ്ധിയുള്ള ഒരു ജീവിതം നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും. നിങ്ങൾ ഈ വീഡിയോ പരിപൂർണമായ ശ്രദ്ധയോടുകൂടെ കേൾക്കുക. ഇതൊരല്പം സമയമെടുക്കുന്ന വീഡിയോ ആണ്. 5 ടെക്നിക്സ്, 10 ടെക്നിക്സ് എളുപ്പത്തിൽ സമ്പന്നനാകാം, ഇങ്ങനെയുള്ള ഷോർട്ട് കട്ടല്ല. എന്നാൽ നിങ്ങളുടെ മനസ്സിനെ തന്നെ, സബ് കോൺഷ്യസ് മൈൻഡിനെ തന്നെ റീപ്രോഗ്രാം ചെയ്ത് ദാരിദ്ര്യ മെൻറ്റാലിറ്റി മാറ്റി ഒരു അബണ്ടൻസ് മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിന് ഈ വീഡിയോ നിങ്ങളെ സഹായിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഒരല്പ സമയമെടുക്കുന്നതാണ്. ഈ വീഡിയോയിൽ പറയുന്ന വളരെ ശക്തമായിട്ടുള്ള നോളജും വിസ്ഡമും ടെക്നിക്സുമൊക്കെ നിങ്ങളുടെ മനസ്സിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങുന്നതിന് നിങ്ങൾ തന്നെ തയ്യാറെടുക്കുക. മറ്റെന്തൊക്കെ കാര്യങ്ങളുണ്ടെങ്കിലോ അതെല്ലാം മാറ്റിവെച്ച് നിങ്ങൾ വീഡിയോയിൽ തന്നെ ശ്രദ്ധിക്കുക. ഇത് കഴിയുന്നത് വരെ നിങ്ങളിത് കേൾക്കുക. പറ്റുമെങ്കിൽ നോട്ട്സൊക്കെ ഒന്ന് എഴുതി വയ്ക്കുക. അങ്ങനെ ഇത് നിങ്ങളുടെ മനസ്സിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങുമ്പോൾ സമ്പത്തുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുന്നത് അല്പ ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങൾക്ക് അനുഭവപ്പെടും. അപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ലോങ് വീഡിയോ? നമുക്കറിയാം, യൂട്യൂബിൽ, ഇൻ്റർനെറ്റിൽ പരതിയാൽ എങ്ങനെ സമ്പന്നനാകാം, പെട്ടെന്ന് എങ്ങനെ പണക്കാരനാവാം, പണമുണ്ടാക്കുന്നതിന് 5 ടെക്നിക്സ്, എളുപ്പത്തിൽ പണത്തെ ആകർഷിക്കാം, ഇങ്ങനെ ഒരുപാട് വീഡിയോസ് നമുക്ക് കാണുവാൻ സാധിക്കും. ഇതൊക്കെ നിങ്ങൾക്ക് അല്പം ഇൻഫർമേഷൻ, നോളജ് ലഭിക്കുന്നതിന് മാത്രം സഹായിക്കും. നമുക്ക് ആവശ്യം ഇൻഫർമേഷനോ അല്ലെങ്കിൽ നോളജ് അല്ല. നമുക്ക് ആവശ്യം ആക്ഷൻ എടുക്കുന്നതിന് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ മോട്ടിവേറ്റ് ചെയ്യുന്ന വിസ്ഡമാണ്. ഇൻഫർമേഷൻ ഒരുപാട് ലഭിക്കും, ഒരുപാട് ലഭിച്ചിട്ടുണ്ട്, ഒരുപാട് നോളജും ലഭിച്ചിട്ടുണ്ട്. പക്ഷെ ആരും പ്രവർത്തിക്കാത്തത് കൊണ്ട്, ആക്ഷൻ എടുക്കാത്തത് കൊണ്ട് വലിയ മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. നമ്മുടെ ഈ വീഡിയോയുടെ ഉദ്ദേശം നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഈ നോളജിനെ, ഈ വിസ്ഡത്തെ ഇറക്കുക എന്നതാണ്. സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ആഴത്തിലേക്ക് ഈ അറിവ് ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങളറിയാതെ നിങ്ങളുടെ ലക്ഷ്യത്തിന്, സാമ്പത്തികമായിട്ടുള്ള ലക്ഷ്യത്തിന് നേടുന്നതിന് നിങ്ങൾ പ്രവർത്തിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ലോങ് വീഡിയോ. നിങ്ങളുടെ ഏത് പ്രശ്നമാണോ പരിഹരിക്കേണ്ടത്, ആ പ്രശ്നത്തിൻ്റെ കൂടെ കുറച്ച് സമയം ചിലവഴിക്കാൻ നിങ്ങൾ തയ്യാറായി കഴിഞ്ഞാൽ ആ പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിനുള്ള, പരിഹരിക്കുന്നതിനുള്ള എല്ലാ മാർഗങ്ങളും, അതിനുവേണ്ട ആക്ഷനുമൊക്കെ നമ്മുടെ ഉപബോധ മനസ്സ് തന്നെ ചെയ്യും. എന്നാൽ ചുമ്മാ ഒരല്പസമയം കൊണ്ട് നിങ്ങളുടെ പ്രശ്നം എങ്ങനെ സോൾവ് ചെയ്യാം എന്ന ഒരു അറിവ് ബോധ മനസ്സുകൊണ്ട് നേടിയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ആ അറിവ് കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ മറന്നുപോകും, ആക്ഷൻ എടുക്കുകയില്ല. എന്നാൽ ആ അറിവിൻ്റെ കൂടെ നമ്മൾ കുറച്ചധികം സമയം ഇരിക്കുമ്പോൾ
അതിനെക്കുറിച്ച് പഠിക്കുവാൻ വേണ്ടി നമ്മൾ ഇരിക്കുമ്പോൾ ആ പ്രശ്നത്തെ വിശദമായി മനസ്സിലാക്കുവാനുള്ള സമയം നമ്മൾ ചിലവഴിക്കുമ്പോൾ ആ അറിവ് പരിഹാരമായി മാറുകയും ആക്ഷനബിൾ സൊല്യൂഷനായി മാറുകയും ചെയ്യും. അതായത് ആക്ഷൻ എടുക്കുന്ന ആ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ട ആക്ഷൻ എടുക്കുന്ന അറിവായി മാറുകയും ചെയ്യും. അത്തരത്തിലുള്ള അറിവുകൊണ്ടേ കാര്യമുള്ളൂ. അല്ലാത്തിടത്തോളം അത് മനസ്സിൻ്റെ ഉപരിതലത്തിൽ നിൽക്കുകയും താഴത്തോട്ട് ഇറങ്ങാതിരിക്കുകയും നമ്മൾ ആക്ഷൻ എടുക്കാതെ ആ അറിവ് മറന്നു പോവുകയും ചെയ്യും. അതുകൊണ്ടാണ് ഒരല്പസമയം നിങ്ങൾ ചിലവഴിക്കുക നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കേൾക്കുന്നതിന്, അതിനെ മനസ്സിലാക്കുന്നതിന്, അതിനെ പഠിക്കുന്നതിന്. അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ തന്നെ ആ പ്രശ്നത്തിലുള്ള പരിഹാരം പകുതി വരെ ആയി. പിന്നീട് ആക്ഷൻ നിങ്ങൾ അറിഞ്ഞും അറിയാതെയും നിങ്ങൾ എടുക്കുകയും ചെയ്യും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായി കാണുക. കാണുന്ന സമയത്ത് തന്നെ നോട്ടൊക്കെ ഒന്ന് എഴുതി വയ്ക്കുക. നിങ്ങളുടെ മനസ്സിലേക്ക് കണക്റ്റ് ആവുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ നോട്ടായിട്ട് എഴുതി വയ്ക്കുക. വളരെ ഗൗരവത്തോടുകൂടെ ഈ വീഡിയോ നിങ്ങൾ കാണുക. പല ആവർത്തി കാണുമ്പോൾ പ്രശ്നത്തിൻ്റെ പരിഹാരങ്ങൾ കൂടുതൽ കൂടുതൽ അൺഫോൾഡ് ചെയ്യപ്പെടുകയും നിങ്ങൾ ആക്ഷൻ എടുക്കുകയും ചെയ്യും. ഇനി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. എന്തുകൊണ്ട് പല ആളുകൾ സാമ്പത്തികമായി സ്ട്രഗിൾ ചെയ്യുന്നു? എന്നാൽ പല ആളുകൾ വലിയ പ്രയത്നമൊന്നുമില്ലാതെ സാമ്പത്തികമായി അഭിവൃദ്ധി പ്രാപിക്കുകയും ചെയ്യുന്നു. ഇതിലെന്തെങ്കിലും മാജിക്കൽ പവർ ഉണ്ടോ? അതോ ചില വ്യക്തികൾക്ക് ജനിക്കുമ്പോൾ തന്നെ അവർക്ക് എന്തെങ്കിലും വിശിഷ്ട സ്വഭാവ സവിശേഷതകളോടുകൂടെയാണോ? ചില ഭാഗ്യങ്ങളാണോ? നമ്മൾ പറയും ഭാഗ്യം എന്നൊക്കെ. എന്നാൽ എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത്? നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ, സബ് കോൺഷ്യസ് മൈൻഡിൽ അബോധ തലത്തിലുള്ള ബിലീഫുകളാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. സമ്പത്തിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെ. നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിലെ ബിലീഫ് പണം വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അത്തരത്തിലുള്ള ഒരു ബിലീഫാണ് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിലുള്ളതെങ്കിൽ നിങ്ങൾ തൊടുന്നതെല്ലാം പൊന്നാക്കും. നിങ്ങൾ ഏർപ്പെടുന്ന കാര്യങ്ങളൊക്കെ വിജയിക്കും. പണം അനായാസമായി നിങ്ങളിലേക്ക് വരും. എന്നാൽ ഇതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ബിലീഫാണ് നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉള്ളത്. ഞാൻ എത്ര പണത്തിന് വേണ്ടി ശ്രമിച്ചാലും കടം പെരുകുക എന്നല്ലാതെ പണം വരുന്നില്ല. ഇത്തരം ഒരു വിശ്വാസമാണ് നിങ്ങളുള്ളതെങ്കിൽ, നിങ്ങളുടെ അബോധ മനസ്സിൽ, അൺകോൺഷ്യസ് സ്റ്റേറ്റിൽ, സബ് കോൺഷ്യസ് സ്റ്റേറ്റിലുള്ളതെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തികൾക്കൊക്കെ ഫലമായിട്ട് ലഭിക്കുന്നത് കടം മാത്രമായിരിക്കും. നിങ്ങൾ ചിലവാക്കുന്ന പണമൊക്കെ വേസ്റ്റായി പോവുകയും ചെയ്യും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളിലേക്ക് കടക്കാം. ആഴത്തിൽ നമ്മൾ മനസ്സിൻ്റെ പ്രോഗ്രാമിൻ്റെ ഭാഗമാകേണ്ട ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം. ആ അറിവുകൾ നിങ്ങളുടെ മനസ്സിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങട്ടെ, നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഇറങ്ങട്ടെ. പലതവണ ആവർത്തിക്കുക. ഇത് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി വളരെയധികം മെച്ചപ്പെടുത്തുന്നതിന് സഹായിക്കും. ആദ്യമായിട്ട് നമ്പർ 1, പണവുമായി ബന്ധപ്പെട്ട പണത്തെ ലിമിറ്റ് ചെയ്യുന്ന വിശ്വാസങ്ങളെ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കുക. നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ തന്നെ പണത്തെക്കുറിച്ച് നിങ്ങൾക്കുള്ള കാഴ്ചപ്പാട് എന്താണ്? പണം എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് എന്താണ് വരുന്നത്? ഒരല്പസമയം ഒന്ന് ഈ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്ത് നിങ്ങളുടെ മനസ്സ് പറയുന്ന കാര്യം ഒന്ന് കേൾക്കാൻ ശ്രമിച്ചു നോക്കൂ. പണം എന്ന് കേൾക്കുമ്പോൾ എനിക്ക് എന്തൊക്കെയാണ് തോന്നുന്നത്? ഒരു പക്ഷേ തുടക്കത്തിൽ പണം നല്ലൊരു ഫീലിംഗ് ആണ്, നല്ലൊരു കാര്യമാണ് എന്ന് പറയും. എന്നാൽ എൻ്റെ ചോദ്യം നിങ്ങളുടെ അബോധ മനസ്സിനോടാണ്, അൺകോൺഷ്യസ് സ്റ്റേറ്റ് അല്ലെങ്കിൽ സബ് കോൺഷ്യസ് മൈൻഡിനോടാണ്. അപ്പോൾ നിങ്ങൾ ഒരല്പസമയം ശാന്തമായിരുന്ന് ഉള്ളിലോട്ടൊന്ന് ഇറങ്ങുക. അങ്ങനെ ശാന്തമായി എന്ന് ഉള്ളിലോട്ട് ഇറങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്ന ഉത്തരം
ചിലപ്പോൾ നിങ്ങളെ തന്നെ ഞെട്ടിക്കുന്നതായിരിക്കാം, അലോസരപ്പെടുത്തുന്നതായിരിക്കാം, അസ്വസ്ഥമാക്കുന്നതായിരിക്കാം. അങ്ങനെ അതിനെ നിങ്ങൾ തിരിച്ചറിയുമ്പോൾ ഇത്തരത്തിലുള്ള ബിലീഫുകളാണ് എൻ്റെ മനസ്സിലുള്ളത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും അതിൽ മാറ്റം വരുത്തുവാൻ സാധിക്കുകയും ചെയ്യും. പലപ്പോഴും ഉത്തരം പണമെന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ ഇപ്പോഴത്തെ സാമ്പത്തിക സ്ട്രഗിളിനെ കുറിച്ചുള്ള ചിന്തകൾ വരാം. പണം സ്ട്രഗിൾ, പണം ബുദ്ധിമുട്ട് എന്ന ചിന്തകൾ വരാം. പണം ഉണ്ടാക്കുക വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എനിക്ക് ഒരിക്കലും സമ്പന്നനാവാൻ ഇതുവരെ സാധിച്ചിട്ടില്ല, ഇനിയും സാധിക്കില്ല. കാരണം അതിനൊരുപാട് ഒരുപാട് കഠിനമായി പ്രയത്നിക്കണം. ഞാനാണെങ്കിൽ മടിയനാണ്. അപ്പോൾ പണം ഒരു കിട്ടാക്കനിയാണ് എന്നൊരു ചിന്ത വരാം. എന്താ ഇപ്പോൾ കുറേ പണം ഉണ്ടായിട്ടും മനസ്സിന് സമാധാനമല്ല ആവശ്യം എന്ന ഒരു പക്ഷേ ചിന്തയായിരിക്കാം. നിങ്ങളുടെ കടത്തെക്കുറിച്ചുള്ള ചിന്തയായിരിക്കാം. ഇങ്ങനെ ഒരുപാട് നെഗറ്റീവായിട്ടുള്ള ബിലീഫുകളും ചിന്തകളുമായിരിക്കും പണമെന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഉണ്ടാവുന്നത്. ബോധമനസ്സിലല്ല ഞാൻ പറഞ്ഞത്. ബോധമനസ്സിൽ പണം എന്ന് കേൾക്കുമ്പോൾ ഓക്കെ, നല്ല കാര്യം, പണം വേണം. പക്ഷെ ഉള്ളിലൂടെ നിങ്ങൾ ആഴത്തിലൊന്ന് പണത്തെക്കുറിച്ച് എനിക്ക് എന്താണ് തോന്നുന്നത് എന്ന ആ ഒരു തലത്തിലേക്കൊന്ന് ഇറങ്ങി നോക്കൂ. മനസ്സിൻ്റെ ആഴത്തിൽ സത്യസന്ധമായി എനിക്ക് പണമെന്ന് കേൾക്കുമ്പോൾ എൻ്റെ ഉള്ളിനുള്ളിൽ തോന്നുന്നത് എന്താണ്? ആ ഒരു ചോദ്യം വളരെ പവർഫുൾ ആയിട്ടുള്ള ചോദ്യം. നിങ്ങളുടെ മനസ്സിൻ്റെ അഗാധതയിലേക്കൊന്ന് ഇറക്കി നോക്കുക. അപ്പോൾ ലഭിക്കുന്ന ഉത്തരങ്ങളായിരിക്കും ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലുള്ള കാര്യങ്ങളൊക്കെ. അതിൽ പല തെറ്റായിട്ടുള്ള വിശ്വാസങ്ങളും ചിന്തകളും ഉണ്ടാവും. അങ്ങനെ ഈ ബിലീഫുകളെ, ഈ നെഗറ്റീവായിട്ടുള്ള ബിലീഫുകളെ, ചിന്തകളെയൊക്കെ ഒന്ന് എഴുതി വെച്ച് നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് അറിയുവാൻ സാധിക്കും എന്തുകൊണ്ടാണ് നിങ്ങളിലേക്ക് പണം വരാത്തതെന്ന്. കാരണം പണത്തെക്കുറിച്ച് നെഗറ്റീവായിട്ടുള്ള എനർജി, ബിലീഫ്, ചിന്തകളാണ് നമ്മുടെ മനസ്സിൻ്റെ ആഴത്തിലുള്ളതെങ്കിൽ ആ മനസ്സ് പണത്തെ ഒരിക്കലും സ്വീകരിക്കുവാൻ തയ്യാറാവില്ല. വരാൻ ഇരിക്കുന്ന പണത്തെ അത് ബ്ലോക്ക് ചെയ്യുകയും ചെയ്യും. ഈ ബിലീഫുകൾ പണം വലിയ ബുദ്ധിമുട്ടാണ് നേടാൻ, ഞാൻ ഒരിക്കലും സമ്പന്നനാവില്ല, പണം വന്നു കഴിഞ്ഞാൽ ജീവിതത്തിൽ എൻജോയ്മെൻ്റ് ലഭിക്കില്ല, പണമാണ് ഈ ലോകത്തിലെ പ്രശ്നങ്ങൾക്ക് കാരണം, പണത്തിനേക്കാളും വലുതാണ് മനസ്സമാധാനം, പണത്തിനേക്കാളും വലുതാണ് ആരോഗ്യം, അതുകൊണ്ട് പണത്തിനൊന്നും അത്ര പ്രാധാന്യം കൊടുക്കേണ്ട, ആരോഗ്യത്തിന് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇങ്ങനെ കുറേ തെറ്റായിട്ടുള്ള ചിന്തകൾ, ബിലീഫുകൾ നമ്മളിലുണ്ട്. അപ്പോൾ ഈ ബിലീഫുകൾ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ അതിനെ ബ്ലോക്ക് ചെയ്യും. പിന്നെ പണവുമായി നെഗറ്റീവായിട്ടുള്ള എനർജി, ഇമോഷൻസ്, പണം ലഭിച്ചില്ലെങ്കിൽ അസ്വസ്ഥത, കടത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അസ്വസ്ഥത, പണം ചിലവഴിക്കുമ്പോൾ ഇപ്പോൾ നമ്മുടെ ഗ്രോത്തിന് വേണ്ടി, നമ്മുടെ വളർച്ചയ്ക്ക് വേണ്ടി എന്തെങ്കിലും കോച്ചിങ് ട്രെയിനിങ്ങോ പുസ്തകങ്ങൾ വാങ്ങിക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പോലും നമ്മൾ പണം ചിലവാക്കാൻ മടിക്കുന്നു. അങ്ങനെയുള്ള കാര്യത്തിൽ നമ്മൾ പണം ചിലവാക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ചിന്ത പണം വേസ്റ്റ് ആക്കുകയല്ലേ. എന്നാൽ എത്രയോ മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പണം വേസ്റ്റ് ആക്കുന്നത്. ആ സമയത്തൊന്നും നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കാറില്ല. എന്നാൽ നമ്മൾ ലോങ് ടേം ആയിട്ടുള്ള സക്സസ്സിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾക്ക് അതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ മനസ്സിൽ അസ്വസ്ഥമായിട്ടുള്ള ചിന്തകൾ, ഇങ്ങനെ ഒരു നെഗറ്റീവ് എനർജി പണവുമായി നമുക്കുണ്ടെങ്കിൽ ഒരിക്കലും അതിനെ നമ്മുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കുവാൻ സാധ്യമല്ല. അപ്പോൾ ഇതിനൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. അതിനെ മനസ്സിലാക്കി ഇതെല്ലാം എൻ്റെ തെറ്റായിട്ടുള്ള ധാരണകളാണെന്നും പണം എന്നത് ഒരു എനർജിയാണ്, ന്യൂട്രൽ ആയിട്ടുള്ളൊരു കാര്യമാണ്, അത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് സഹായിക്കുന്ന നല്ലൊരു കാര്യമാണ്, എൻ്റെ ജീവിതത്തിൻ്റെ പുരോഗതിക്കും മറ്റുള്ള ആളുകളുടെ വളർച്ചയ്ക്കുമൊക്കെ എനിക്ക് ആ പണം ഉപയോഗിക്കാൻ സാധിക്കും, ജീവിതത്തിൻ്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കുന്നതിന്, നല്ല ഭക്ഷണം കഴിക്കുന്നതിന്, നല്ല വസ്ത്രം ധരിക്കുന്നതിന്, എൻ്റെ കുടുംബത്തെ സംരക്ഷിക്കുന്നതിന്, മറ്റുള്ള ആളുകളെ സഹായിക്കുന്നതിന്, എൻ്റെ എൻജോയ്മെൻറ്റിന് വേണ്ടിയിട്ട്, എൻ്റെ ആഗ്രഹങ്ങൾ സഫലമാക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ സഹായിക്കുന്ന ഒരു എനർജിയാണ് പണം.
എന്നൊരു തലത്തിലേക്ക്, വിശ്വാസത്തിലേക്ക് നമ്മൾ എത്തുക. ആളുകൾ പണം ഉപയോഗിച്ച് മോശമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് അത് പണത്തിൻ്റെ കുറ്റമല്ല. അത് ആ വ്യക്തികളുടെ വ്യക്തിത്വവുമായി ബന്ധപ്പെട്ട് അവരുടെ ചിന്തകളുമായി ബന്ധപ്പെട്ട കാര്യമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇത്തരത്തിലുള്ള ബിലീഫുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക, എഴുതി വയ്ക്കുക. പണം ചിലവഴിക്കുന്ന സമയത്ത് ആവശ്യത്തിന് വേണ്ടി, നമ്മുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടൊക്കെ പണം ചിലവഴിക്കുന്ന സമയത്ത് മനസ്സിൽ നിന്നും അസ്വസ്ഥതയല്ല, അതിന് നന്ദിയും സന്തോഷവുമാണ് നമ്മുടെ മനസ്സിൽ നിന്ന് വരേണ്ടത്. അപ്പോൾ ഓരോ തവണ പണം ചിലവഴിക്കുമ്പോഴും, ആവശ്യങ്ങൾക്ക് ചിലവഴിക്കുമ്പോഴൊക്കെ മനസ്സുകൊണ്ട് അതിന് നന്ദിയും ഒരു സന്തോഷത്തോടുകൂടെയുള്ള ഫീലിങ്ങും ക്രിയേറ്റ് ചെയ്യുക. ഇതൊക്കെ പണത്തിൻ്റെ എനർജിയെ പോസിറ്റീവാക്കി മാറ്റുന്നതിന് സഹായിക്കും. ഇങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ തന്നെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരുപാട് ബ്ലോക്കുകൾ, സബ് കോൺഷ്യസ് മൈൻഡിൽ ഒരുപാട് ബ്ലോക്കുകൾ ഇല്ലാതെയാവുകയും പണത്തെ ആകർഷിക്കുന്നതിനുള്ള സാഹചര്യം വരികയും ചെയ്യും. ഇതുവരെ സബ് കോൺഷ്യസ് മൈൻഡ് അത്തരത്തിലുള്ള അവസരങ്ങളൊക്കെ തടയുകയായിരുന്നു. കാരണം പണം മോശമായിട്ടുള്ളൊരു കാര്യമാണെന്ന ദൃഢമായിട്ടുള്ള വിശ്വാസം സബ് കോൺഷ്യസ് മൈൻഡിൽ ഉള്ളതുകൊണ്ട് അത് തന്നെ പ്രതിബന്ധങ്ങളായി, നിങ്ങളുടെ അവസരങ്ങൾക്ക് മുമ്പിൽ പ്രതിബന്ധങ്ങളായി വരികയും ചെയ്യും. എന്നാൽ ഈ വിശ്വാസങ്ങൾ നമ്മൾ മാറ്റുമ്പോൾ, പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി പണവുമായി നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ, പണത്തെ സ്വീകരിക്കുന്നതിനുള്ള എല്ലാ അവസരങ്ങളും ഓരോ ദിവസവും നമുക്ക് ലഭിക്കും. ഇപ്പോൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് പണവുമായിട്ട് ബന്ധപ്പെട്ട വിശ്വാസത്തെ പോസിറ്റീവാക്കി മാറ്റുക. രണ്ടാമത്തെ കാര്യം, പണത്തെ നിങ്ങളെപ്പോഴും ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ പരിഗണിക്കുവാൻ തയ്യാറാവുക. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റുമായി കണക്റ്റഡ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. നിങ്ങളൊരു വ്യക്തിയെ നിങ്ങൾ സ്നേഹിക്കുന്നുവെങ്കിൽ ആ വ്യക്തിയെ ശല്യപ്പെടുത്തുകയല്ല, ആ വ്യക്തിയെക്കുറിച്ച് നെഗറ്റീവായിട്ട് ചിന്തിക്കുകയല്ല, ആ വ്യക്തിയെക്കുറിച്ച് കുറ്റപ്പെടുത്തുകയല്ല നമ്മൾ ചെയ്യേണ്ടത്. ആ വ്യക്തിയുടെ നല്ല കാര്യങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുക, അതിനെ സ്നേഹിക്കാൻ പഠിക്കുക, അതിനുവേണ്ട പരിഗണന കൊടുക്കുക, പ്രാധാന്യം കൊടുക്കുക. അപ്പോൾ ആ വ്യക്തി നമ്മുടെ ജീവിതത്തിലേക്ക് വരും. എന്നാൽ ആ വ്യക്തിക്ക് പിറകെ എൻ്റെ കൂടെ വാ, ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് നമ്മൾ ശല്യപ്പെടുത്താൻ നിന്ന് കഴിഞ്ഞാൽ ആ വ്യക്തി നമ്മളിൽ നിന്ന് അകന്നു പോവുകയേ ചെയ്യുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പണത്തെ ഒരു സുഹൃത്തിനെ പോലെ കാണുവാൻ നമ്മൾ മനസ്സുകൊണ്ട് തയ്യാറാവുക. അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് അത് ചിലവഴിക്കാതിരിക്കുക. എന്നാൽ നമ്മുടെ ലോങ് ടേം ആയിട്ടുള്ള വിജയങ്ങൾക്ക് വേണ്ടി, ഇപ്പോൾ പറഞ്ഞ പോലെ കോച്ചിങ് പ്രോഗ്രാമുകൾ, ട്രെയിനിങ് പ്രോഗ്രാമുകൾ, പുസ്തകങ്ങൾ വാങ്ങിക്കുന്നതിന്, നമ്മളെ തന്നെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്, നല്ല വസ്ത്രം ധരിക്കുന്നത്, ഇതിനൊക്കെ നമുക്ക് പണം വളരെ സന്തോഷത്തോടു കൂടെയും നന്ദിയോടുകൂടെയും ചിലവഴിക്കാവുന്നതാണ്. അങ്ങനെ ചെയ്യുമ്പോൾ പണത്തിന് നമ്മൾ റെസ്പെക്റ്റ് കൊടുക്കുകയാണ്. ഇനി അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് പണം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിന് വേണ്ടി നിങ്ങൾ സമയം ചിലവഴിക്കുക, നിങ്ങളുടെ പ്രയത്നം ഉപയോഗിക്കുക. പുതിയ പുതിയ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾ അറിയാതെ തന്നെ പണത്തിനെ ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അവസരങ്ങൾ സൃഷ്ടിക്കുകയാണ്. പുതിയ കാര്യങ്ങൾ പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു പക്ഷേ ഈ വീഡിയോ നിങ്ങൾ കാണുന്നു, അത് നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുന്നു, അതിൻ്റെ നോട്ടൊക്കെ എഴുതി വയ്ക്കുന്നു, വീണ്ടും ആവർത്തിച്ച് കേൾക്കുന്നു. ഇതിനെയാണ് നമ്മൾ പഠനം എന്ന് പറയുക, ലേണിംഗ്. എന്നാൽ ഈ ഒരു വീഡിയോ കാണുന്നു, പിന്നെ അത് കഴിഞ്ഞ് വേറൊരു വീഡിയോ കാണുന്നു, പിന്നെ അത് കഴിഞ്ഞ് മറ്റൊരു വീഡിയോ കാണുന്നു. ഇതിനെ ലേണിംഗ് അല്ല, ഇത് എൻ്റർടൈൻമെൻ്റ് ആണ്. എൻ്റർടൈൻമെൻറ്റ് നമുക്ക് താൽക്കാലികമായിട്ടുള്ള സുഖം നൽകും. ലേണിംഗ് ലോങ് ടേമിൽ നമുക്ക് വിജയങ്ങൾ നൽകും. അപ്പം എങ്ങനെ ഈ പഠനം നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റാം? ഇന്ന് നമുക്ക് പഠിക്കാൻ ഒരുപാട് സോഴ്സസുകളുണ്ട്. ഇത്തരത്തിലുള്ള വീഡിയോസ് നിങ്ങൾ കേൾക്കുന്ന സമയത്ത് നിങ്ങളുടെ പണത്തിൻ്റെ ബ്ലോക്കുകൾ മാറ്റുന്നതിന് നിങ്ങളെ സഹായിക്കും. ആ കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാം, അതൊക്കെ പോയിൻ്റായിട്ട് എഴുതി വയ്ക്കാം, റിപ്പീറ്റ് ചെയ്യാം, പുസ്തകങ്ങൾ വായിക്കാം, നോട്ട് എഴുതാം. പിന്നെ പല സ്കില്ലുകളും നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചെടുക്കാം. എത്രയോ സ്കില്ലുകൾ നമുക്ക് പഠിച്ചെടുക്കാൻ സാധിക്കും. AI റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, വീഡിയോ എഡിറ്റിങ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, പിന്നെ നിങ്ങളുടെ തന്നെ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ നോളജ് ആവശ്യമുണ്ടെങ്കിൽ
ആ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കോഴ്സുകൾ നിങ്ങൾക്ക് എടുത്ത് പഠിക്കാം. ഇങ്ങനെ നമ്മൾ പഠനം നമ്മുടെ ഒരു ഭാഗമാക്കുമ്പോൾ, പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുക എന്ന ഒരു ശീലം നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ, സാമ്പത്തികമായിട്ട് ഉയരുന്നതിനുള്ള ഒരു സാഹചര്യമാണ് നമ്മളവിടെ സൃഷ്ടിക്കുന്നത്. കാരണം പിന്നീട് അത് പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. ആ സ്കില്ല് ഉപയോഗിച്ച് നിങ്ങൾക്ക് വരുമാനമാർഗം കണ്ടെത്താനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കാം. ഇതിനൊക്കെ സാധ്യമാണ്. പിന്നെ അതിനേക്കാൾ ഉപരി നമ്മുടെ ബ്രെയിൻ ഡെവലപ്പ് ചെയ്യാൻ ലേണിംഗ് നമ്മളെ വളരെയധികം സഹായിക്കും. പുതിയ ന്യൂറോ സയൻസിലെ പഠനങ്ങളൊക്കെ പറയുന്നത്, പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ പഠിച്ചെടുക്കുമ്പോൾ നമ്മുടെ ബ്രെയിനിൻ്റെ കപ്പാസിറ്റി വർദ്ധിക്കുകയും ബ്രെയിൻ കൂടുതൽ യങ് ആവുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. എന്നാൽ ഈ പഠനം എന്ന കാര്യം നമ്മൾ ചിന്തിക്കുകയാണ്, അത് സ്കൂൾ കാലഘട്ടത്തിലല്ലേ, ഇനിയിപ്പോൾ എന്ത് പഠിക്കാൻ? അങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മുടെ ബ്രെയിനിൻ്റെ കഴിവിനെ നമ്മൾ ഇല്ലാതെയാക്കുകയാണ് ചെയ്യുന്നത്. നമ്മളത് കേവലം ഇപ്പോൾ ഉള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്ന രീതിയിൽ ഇങ്ങനെ കൊണ്ടുപോകാൻ മാത്രമേ സഹായിക്കുകയുള്ളൂ. അപ്പോൾ പഠിക്കാനുള്ളൊരു മൈൻഡ് ഉണ്ടാക്കിയെടുക്കുക. നിങ്ങൾ ഏത് ബില്യനേഴ്സിനെ എടുത്തു കഴിഞ്ഞാലും അവർ ഓരോ ദിവസവും പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അത് വായനയിലൂടെ ആയിരിക്കാം, ചില പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്തിട്ടായിരിക്കാം, ചില കോഴ്സുകൾ എടുത്ത് പഠിക്കുന്നത് കൊണ്ടായിരിക്കാം. ഇങ്ങനെ പല രീതിയിലും അവർ പുതിയ പുതിയ കാര്യങ്ങൾ, പ്രത്യേകിച്ച് അവരുടെ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പഠിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇത് വളരെ അത്യാവശ്യമാണ്. ഇനിയിപ്പോൾ പഠനമൊന്നുമില്ല, ഇനി ഫുള്ള് എൻജോയ്മെൻറ്റ്, പകൽ ജോലിക്ക് പോകുന്നു, വൈകുന്നേരം വന്ന് മൊബൈലിൽ റീൽസും കണ്ടിരിക്കാം, അത് മതി എന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ വളർച്ച സംഭവിക്കില്ല. അത് ആ ഒരവസ്ഥ നിങ്ങൾ 1 കൊല്ലം കഴിഞ്ഞാലും 10 കൊല്ലം കഴിഞ്ഞാലും അതുപോലെ തന്നെ ഇരിക്കും. എന്നാൽ പഠിക്കാൻ നിങ്ങൾ തീരുമാനിച്ച് നിങ്ങളൊരു നോട്ട്ബുക്കൊക്കെ വാങ്ങി പെന്നും ഒക്കെ വെച്ച് നിങ്ങൾ ഓരോ വീഡിയോസ് കാണുമ്പോൾ അതിൻ്റെ നോട്ട്സ് എഴുതുന്നു, പുസ്തകം വാങ്ങിക്കുന്നു, അതിൻ്റെ നോട്ട് എഴുതുന്നു, അത് ആവർത്തിക്കുന്നു, അത് മനസ്സിലേക്ക് കൊടുക്കുന്നു, അത് അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നമ്മളൊരു പുതിയ കാര്യം പഠിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പഠിക്കുമ്പോൾ സാമ്പത്തികമായിട്ട് വളരുന്നുള്ള സാഹചര്യം നമുക്ക് ലഭിക്കുന്നു. കാരണം അതുമായിട്ട് ബന്ധപ്പെട്ട അവസരങ്ങളൊക്കെ പിന്നീട് നമുക്ക് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങൾ സാമ്പത്തികമായി വളരണമെന്നുണ്ടെങ്കിൽ. ഇനി അടുത്ത പോയിന്റ്, 4ാമത്തെ പോയിന്റ്, നമുക്ക് ജീവിതത്തിൽ എന്തെങ്കിലും പുതിയതായിട്ട് നേടണമെന്നുണ്ടെങ്കിൽ, സാമ്പത്തിക അഭിവൃദ്ധിയോ മറ്റ് ഏത് തരത്തിലുള്ള നേട്ടങ്ങളും നേടണമെന്നുണ്ടെങ്കിൽ എനർജി അത്യാവശ്യമാണ്. നല്ല എനർജി നമുക്ക് ആവശ്യമാണ്. ഈ എനർജി നമുക്ക് വെറുതെ ഭക്ഷണം കഴിച്ചതുകൊണ്ട് മാത്രം ലഭിക്കില്ല. അതിന് ബോഡി മൂവ്മെൻറ്റ്സ് വളരെ അത്യാവശ്യമാണ്. ശാരീരികമായി ഒരല്പം വ്യായാമം ചെയ്യുക, രാവിലെയോ വൈകിട്ടോ 15 മിനിറ്റോ 15 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെ നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ എനർജി ലെവൽ വർദ്ധിക്കും. എനർജി ഉണ്ടാവുന്ന സമയത്ത് മറ്റുള്ള ആളുകളോട് ഭംഗിയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കും. എനർജി ഇല്ലാതെ എപ്പോഴും ലോ എനർജി ഇരിക്കുന്ന ഒരാൾക്ക് മറ്റുള്ള ആളുകളുമായിട്ട് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ ശരിയായ രീതിയിൽ ചിന്തിക്കുവാനോ ആക്ഷൻ എടുക്കുവാനോ സാധിക്കില്ല. അപ്പോൾ ഒരു ദിവസത്തിൽ 15 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെ ചുരുങ്ങിയത് നിങ്ങൾ വ്യായാമം ചെയ്യുന്നതിന് മാറ്റിവെക്കുക. അത് നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള വ്യായാമം ചെയ്താൽ മതി. ഒന്ന് ബ്രിസ്ക് വാക്കിംഗ്, വേഗത്തിൽ നടക്കുക, അല്ലെങ്കിൽ ചെറിയ തോതിലുള്ള ജോഗിങ്, യോഗ, അങ്ങനെ നമ്മുടെ ഒരു ഇൻറ്റൻസിറ്റി വർദ്ധിപ്പിക്കുന്ന, ഒരു എനർജി നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള ചെറിയ ചെറിയ നമ്മുടെ ശരീരം കൊണ്ട് സാധിക്കുന്ന വ്യായാമങ്ങൾ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇനി ജിമ്മിൽ പോയിട്ട് 1 മണിക്കൂറോ മറ്റോ സ്പെൻഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതൊക്കെ ഓരോരുത്തരുടെ ആരോഗ്യ സ്ഥിതിയും ശരീരസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. പക്ഷേ അത് നിർബന്ധമായിട്ട് നിങ്ങളത് ചെയ്യണം. കാരണം ഇങ്ങനെ ഓരോ ദിവസം നമ്മൾ ചെയ്യുമ്പോൾ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ നമ്മുടെ എനർജി ലെവൽ വർദ്ധിക്കുകയും നമ്മൾ ഏർപ്പെടുന്ന കാര്യങ്ങൾ വളരെ അനായാസമായി ഭംഗിയോടുകൂടെ നിറവേറ്റാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും. അതില്ലാത്തിടത്തോളം നമുക്ക് ദിവസം മുഴുവൻ ക്ഷീണമായിരിക്കും. ജോലിയൊക്കെ കഴിഞ്ഞ് വന്നാൽ ക്ഷീണമായിരിക്കും. ഇപ്പം ക്ഷീണമുള്ള മനസ്സിന് അത് പെട്ടെന്ന് നോക്കുന്നത്, എനിക്ക് എന്താ ഒരു ചെറിയൊരു എൻജോയ്മെൻറ്റ് കിട്ടുക ഈ ക്ഷീണത്തിന്. അപ്പോൾ നമ്മൾ ഫോൺ എടുക്കും. അങ്ങനെ ഫോൺ മണിക്കൂറുകളോളം നമ്മൾ സ്ക്രോൾ ചെയ്യും. പ്രൊഡക്റ്റീവായിട്ട് പ്രത്യേകിച്ച് നമ്മളൊന്നും ചെയ്യുകയില്ല. ഇങ്ങനെ ബ്രെയിനെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പലതരത്തിലുള്ള റീൽസും ഷോർട്സും ഒക്കെ കണ്ട് ബ്രെയിൻ കൂടുതൽ ക്ഷീണിക്കും. പിന്നെ നമ്മളെ കൊണ്ടൊന്നും സാധിക്കുകയില്ല. എന്നാൽ നിങ്ങൾ വൈകിട്ട് ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടോ അല്ലെങ്കിൽ രാവിലെയോ ഒരല്പം വ്യായാമം ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു എനർജിയുടെ ബൂസ്റ്റ് അനുഭവപ്പെടും. അത് നമുക്ക് നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനൊക്കെ
നിങ്ങളെ സഹായിക്കുന്നതാണ്. ഇനി മറ്റൊന്ന്, സാമ്പത്തികമായിട്ട് നമുക്ക് വലിയ ഉയർച്ച നേടണമെന്നുണ്ടെങ്കിൽ, നിങ്ങളൊരു ജോലി, ഒരു എംപ്ലോയി ആണെങ്കിൽ അതിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. നിങ്ങൾക്കൊരു കൃത്യമായിട്ടുള്ള ശമ്പളം മാത്രമേ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ജോലി മോശമാണ് എന്നല്ല. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് പാർട്ട് ടൈം ആയിട്ട് ജോലി കഴിഞ്ഞതിന് ശേഷം 1-2 മണിക്കൂർ എന്തെങ്കിലും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് ഉപയോഗിക്കാവുന്നതാണ്. സൈഡ് ഹസിൽ എന്നാണ് ഇംഗ്ലീഷിൽ അതിന് പറയുക. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സൈഡ് ബിസിനസ്, സൈഡ് ഹസിൽ നിങ്ങൾക്ക് ഒരു ദിവസം 1-2 മണിക്കൂർ ചിലവഴിച്ച് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്ത് എടുക്കാവുന്നതാണ്. എത്രയോ മാർഗങ്ങളുണ്ട്. നിങ്ങളുടെ കഴിവ് ഉപയോഗിച്ച്, നിങ്ങളുടെ ടേസ്റ്റ്, നിങ്ങൾക്ക് താല്പര്യമുള്ള മേഖലയിൽ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും ഇല്ലാത്ത രീതിയിൽ, അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി നിങ്ങൾക്കുണ്ടെങ്കിൽ ആ രീതിയിൽ ചെയ്യാം. അങ്ങനെ നിങ്ങൾക്ക് ഒരു ബിസിനസ് ഡെവലപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഞാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സക്സസ് ആവണം എന്ന ചിന്താഗതി മാറ്റി, ഇത് ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്, ഇതിനു വേണ്ടി 2 മണിക്കൂർ ഞാൻ ദിവസവും ചെലവഴിക്കും എന്നൊരു തീരുമാനത്തോടു കൂടെ നിങ്ങളൊന്ന് മുന്നോട്ട് പോയി നോക്കൂ. ഇപ്പോൾ ഇൻ്റർനെറ്റും വൈഫൈയും ഒക്കെ ലഭ്യമാകുന്ന ഈ ഒരു അവസരത്തിൽ, AI ടൂൾസൊക്കെ അവസരം കിട്ടുന്ന ഈ അവസരത്തിൽ നമുക്ക് സാമ്പത്തികമായിട്ട് ഉയരുന്നുള്ള ഒരുപാട് അവസരങ്ങളുണ്ട്. അത് നമ്മൾ ഇൻ്റർനെറ്റിലൊക്കെ പരതി സെർച്ച് ചെയ്ത് വളരെ ജെന്യൂൻ ആയിട്ടുള്ള ഒരു ബിസിനസ്, സർവീസോ പ്രോഡക്റ്റോ കണ്ടെത്തി അതിൻ്റെ മാർക്കറ്റ് കണ്ടെത്തുക, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പഠിക്കുന്നതിന് വേണ്ടി ഏകദേശം 1-2 മാസം ദിവസം 2 മണിക്കൂർ നിങ്ങൾ ചിലവഴിച്ച് അതിനെക്കുറിച്ച് പഠിക്കേണ്ടി വരും. എന്ത് പ്രോഡക്റ്റ് ഏത് രീതിയിൽ ഞാൻ മാർക്കറ്റ് ചെയ്യും, ഏത് രീതിയിൽ ഞാൻ ആളുകളോട് സംസാരിക്കും, എന്ത് പ്രോഫിറ്റ് മാർജിനാണ്, എത്രമാത്രം ക്വാളിറ്റിയുള്ള രീതിയിൽ എനിക്ക് ആളുകൾക്ക് സർവീസ് കൊടുക്കാൻ സാധിക്കും എന്നതിനെക്കുറിച്ചൊക്കെ പഠിക്കുന്നതിനൊക്കെ അത് നിങ്ങളെ സഹായിക്കും. ഒരു മാസം പെർ ഡേ 2 മണിക്കൂർ വീതം ചിലവഴിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട അറിവുകൾ നേടുവാനും നിങ്ങൾക്ക് മെല്ലെ സ്റ്റാർട്ട് ചെയ്യാനൊക്കെ സാധിക്കും. അല്ലെങ്കിൽ അധികം വൈകാതെ തന്നെ ഏകദേശം ഒരാഴ്ച അതിനെക്കുറിച്ച് മനസ്സിലാക്കി നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിൻ്റെ കൂടെ പഠനവും നടത്താം, നിങ്ങളെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാം. അപ്പോൾ ഇത് നിങ്ങൾ ചെയ്യുമ്പോൾ, സാവധാനം ദിവസങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ സാമ്പത്തിക നില മെല്ലെ മെല്ലെ ഉയർത്തുന്നതിന് സഹായിക്കും. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് താല്പര്യമുള്ളൊരു മേഖല ആയിരിക്കണം. രണ്ടാമത്, അതിന് മാർക്കറ്റ് ഉള്ള ഒരു പ്രോഡക്റ്റ് സർവീസ് ആയിരിക്കണം. ഇതൊക്കെ നമുക്ക് നെറ്റിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും. ഞാൻ ഉദ്ദേശിക്കുന്ന ബിസിനസ്സിന് എത്രമാത്രം സാധ്യതയുണ്ട് എന്നൊക്കെ നമുക്ക് AI ടൂൾസ്, ChatGPT ഇതിലൊക്കെ ടൈപ്പ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ സാധിക്കും. അതിന് വേണ്ട സ്റ്റെപ്പുകളൊക്കെ നമുക്ക് ലഭിക്കും. അങ്ങനെ ഓരോ സ്റ്റെപ്പുകളൊക്കെ മെല്ലെ മെല്ലെ എടുത്ത് മുന്നോട്ട് പോവുക. എനിക്ക് പെട്ടെന്ന് പ്രോഫിറ്റ് കിട്ടണം എന്ന ചിന്ത കംപ്ലീറ്റ് ഒഴിവാക്കുക. നമുക്ക് ഒരു ലോങ് ടേം ആയിട്ടുള്ള സൊല്യൂഷനാണ് ആവശ്യം. ഇങ്ങനെ ഇത് ലോങ് ടേം ആയിട്ടുള്ള ഈ സൊല്യൂഷൻ നമുക്ക് ലഭിക്കുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ ദിവസവും നമ്മൾ അതിനു വേണ്ടി പ്രയത്നിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ അതിൽ താല്പര്യം കണ്ടെത്തുകയും ചെറിയ ചെറിയ ഇൻകം നമുക്ക് വരാൻ തുടങ്ങുകയും നമ്മൾ കൂടുതൽ അതിലേക്ക് ഇൻവോൾവ് ആവുകയും അങ്ങനെ വരുമാനം കൂടുതലാവുന്ന സമയത്ത് മെല്ലെ മെല്ലെ നിങ്ങൾക്ക് ജോലി ഒഴിവാക്കി മുഴുവനായി ഫുൾ ടൈം ആയിട്ട് ഒരു ബിസിനസ്മാനായി മാറാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ അതിന് കൃത്യമായിട്ടുള്ള പ്ലാനിങ് വേണം, കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള എഫേർട്ട് വേണം. ചെറിയ തോതിൽ മതി. വലിയ എഫേർട്ട് എടുത്ത് നിങ്ങൾ ഒരു ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ട് അതിനുവേണ്ടി എല്ലാം ചെയ്തു, 3-ാം ദിവസം ആകുമ്പോഴത്തേക്കും നിങ്ങൾ ടയേർഡാവും, അങ്ങനെ നിർത്തും. ആ ഒരു അവസ്ഥയ്ക്ക് പകരം എനിക്കിത് നല്ല മൈൻഡിന് നല്ല ഫ്രീഡം തരുന്ന ഒരു പരിപാടിയാണ്, അതുകൊണ്ട് ദിവസം ഇതിനു വേണ്ടി ഞാൻ അല്പം സമയം ചിലവഴിക്കും എന്ന ചിന്താഗതിയോടുകൂടെ നിങ്ങൾ പോവുക. അപ്പോൾ മാറ്റങ്ങൾ വരും. നിങ്ങൾക്ക് വരുമാനത്തിൽ വർധനവുണ്ടാവും. അതോടൊപ്പം തന്നെ നിങ്ങളെ സഹായിക്കുന്നതിന്, നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതിന് കോച്ചിങ് പ്രോഗ്രാമുകളോ മറ്റോ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. അത് നിങ്ങൾക്ക് നല്ല മോട്ടിവേഷനും കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങളുടെ ബിസിനസ്സിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വരുമാന മാർഗം വർദ്ധിപ്പിക്കുന്നതിൽ സ്റ്റിക്ക് ചെയ്യുന്നതിനൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം നിങ്ങൾ കണ്ടെത്തുക, ഒരു സൈഡ് ഹസിൽ, ഒരു പാർട്ട് ടൈം ബിസിനസ്. ഇനി നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് പലതരത്തിലുള്ള ഭയങ്ങളും ഉണ്ടാവും. ആ ഭയങ്ങളെ ഒന്ന് മാനേജ് ചെയ്യാൻ നമ്മൾ പഠിക്കുക. അതാണ് അടുത്ത സ്റ്റെപ്പ്. അപ്പോൾ എന്തൊക്കെയായിരിക്കും ഭയം? ഞാൻ സാമ്പത്തികമായിട്ട് ഉയരാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ചില ആക്ഷൻസ്, സ്റ്റെപ്സുകൾ എടുക്കുമ്പോൾ ആളുകൾ അത് ശ്രദ്ധിക്കും, ആളുകൾ എന്നെ വിമർശിക്കും, കളിയാക്കും. ഞാനത് നിർത്തിക്കഴിഞ്ഞാൽ അവരെന്നെ എങ്ങനെ പരിഹസിക്കും,
ഇങ്ങനെ കുറേ ചിന്തകൾ നമ്മുടെ മനസ്സിലുണ്ടാവും. എൻ്റെ കയ്യിൽ നിന്ന് പണം നഷ്ടപ്പെടുമോ? ഞാൻ പറ്റിക്കപ്പെടുമോ? ഇങ്ങനത്തെ പല ഭയങ്ങളും നമ്മുടെ ഉള്ളിൽ വരാം. അത് ചെറിയ റിസ്ക് എടുക്കുന്നതിന് നമ്മളെ ബ്ലോക്കായിട്ട് നിൽക്കും. അല്ലെങ്കിൽ ഈ പരിപാടിയൊന്നും നടക്കില്ല എന്ന് പറഞ്ഞ് നിർത്തി പോകാനൊക്കെ അത് നമ്മളെ സഹായിക്കുകയുള്ളൂ. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ കൈകാര്യം ചെയ്യാൻ പഠിക്കുക. ഇതിനെയൊക്കെ നമ്മൾ മാനേജ് ചെയ്യാൻ പഠിക്കുക. ഇതിലൂടെയൊക്കെ ഒന്ന് കടന്നു പോവുക. ചില പ്രതിസന്ധികളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകേണ്ടി വരും നമ്മുടെ വളർച്ചയ്ക്ക്. പരാജയപ്പെടാതെ, റിജക്ഷൻസ് ഇല്ലാതെ ആരും ഒന്നും നേടിയിട്ടില്ല. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ സാമ്പത്തിക പുരോഗതിക്ക് വേണ്ടി നിങ്ങളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് നിങ്ങളുടെ പ്രോഡക്റ്റ് മാർക്കറ്റിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ആളുകളൊക്കെ റിജക്റ്റ് ചെയ്തേക്കാം. അപ്പോൾ ഇത് മതി, ഇത് ശരിയാവില്ല എന്ന ചിന്താഗതി മാറ്റി, ഓക്കെ, അടുത്ത റിജക്ഷൻ വരട്ടെ, ഐ ആം റെഡി എന്ന രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ പിന്നീട് അവിടെ റിജക്ഷൻ ഇല്ലാതെ നിങ്ങൾക്ക് ഗ്രോത്ത് അനുഭവപ്പെടും. അപ്പോൾ മറ്റുള്ള ആളുകൾ റിജക്റ്റ് ചെയ്യുക, പരാജയങ്ങൾ ഉണ്ടാവുക, ഇതൊക്കെ നമ്മുടെ വളർച്ചയ്ക്ക് വളരെ അത്യാവശ്യമാണ്. നമ്മുടെ ഉള്ളിലുള്ള വളർച്ച, ഇന്നർ ഗ്രോത്ത്. കാരണം ആ ഇന്നർ ഗ്രോത്ത് ഉണ്ടാകുമ്പോൾ പുറമേയും ആ ഗ്രോത്ത് അനുഭവപ്പെടും. പലപ്പോഴും നമുക്ക് ഉള്ളിൽ ഗ്രോത്ത് ഇല്ലാത്തത് കൊണ്ടാണ് പരാജയം, പ്രതിസന്ധികൾ, വീഴ്ചകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ആവർത്തിച്ച് നമുക്ക് ഉണ്ടാകുന്നതും നമ്മൾ അതിനെക്കുറിച്ച് വല്ലാതെ ബേജാറാവുന്നു. അത്തരം റിസ്കുകൾ എടുക്കാൻ നമ്മൾ തയ്യാറാവാത്തതും. റിസ്ക് എടുക്കുന്നു, അതായത് കാൽക്കുലേറ്റഡ് റിസ്ക് എടുക്കുന്നു, റിജക്റ്റ് ചെയ്യപ്പെടുന്നു അല്ലെങ്കിൽ പരാജയപ്പെടുന്നു, മുന്നോട്ട് പോകുന്നു, വീണ്ടും റിസ്ക് എടുക്കുന്നു. അങ്ങനെ നമ്മൾ ഗ്രോത്തിലേക്കാണ് പോകുന്നത്. അപ്പം നമ്മൾ തന്നെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു കാഴ്ചപ്പാട്, ഒരു പെർസ്പെക്റ്റീവ് ഉണ്ടാക്കണം. ഈ റിജക്ഷൻ ഓക്കെ, ഈ റിജക്ഷൻ എനിക്ക് ഒരല്പം സങ്കടം തരുന്നു, കുഴപ്പമില്ല, ഞാൻ വീണ്ടും മുന്നോട്ട് പോകും. ഈ തോൽവി എനിക്കൊരല്പം അസ്വസ്ഥത തരുന്നു, പക്ഷേ അത് കുഴപ്പമില്ല, അതിന് ഞാൻ അംഗീകരിക്കുന്നു, ഞാൻ മുന്നോട്ട് പോകുന്നു. ഇങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ പിന്നെ അവിടെ പ്രതിസന്ധികളൊന്നും നമ്മളെ വല്ലാതെ ബാധിക്കുകയില്ല. ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്യാനുള്ള, പ്രോബ്ലത്തെ സോൾവ് ചെയ്യാനുള്ള റെസിലിയൻസ് എന്ന കപ്പാസിറ്റി നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നു. ബൗൺസ് ബാക്ക് എന്നൊരു ടേം ഉണ്ട്. ഏത് വിജയിച്ച ആളുകൾക്കും ഉള്ള ഒരു ക്വാളിറ്റിയാണത്. ഈ ക്വാളിറ്റി അവർ നേടിയെടുത്തതാണ് പ്രാക്ടീസിലൂടെയും അനുഭവങ്ങളിലൂടെയും. എത്ര വീണാലും എഴുന്നേൽക്കുക എന്നത് തന്നെ. അങ്ങനെ എഴുന്നേറ്റ് മുന്നോട്ട് പോകുമ്പോൾ പിന്നെ നമുക്ക് അങ്ങനെ വീഴ്ചയൊന്നും ഉണ്ടാവില്ല. കാരണം മനസ്സിൽ ആ ഒരു കപ്പാസിറ്റി, ഇന്നർ കപ്പാസിറ്റി നമ്മൾ നേടിക്കഴിഞ്ഞാൽ പിന്നെ ആ പരീക്ഷണം നമ്മളെ തേടി വരില്ല. അപ്പോൾ അത്തരത്തിലുള്ളൊരു മാനസികാവസ്ഥ നമ്മൾ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ജീവിതത്തിൽ നിങ്ങളൊന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വലിയ മാറ്റങ്ങൾ അനുഭവപ്പെടും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ആവർത്തിച്ച് കാണുക, നോട്ട് എഴുതുക, ആ നോട്ട്സൊക്കെ ഇടയ്ക്കൊക്കെ ഒന്ന് വായിച്ച് നോക്കുക. അങ്ങനെ അത് നിങ്ങളുടെ മനസ്സിൻ്റെ ആഴത്തിൽ പതിയട്ടെ, നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ആഴത്തിൽ ഇറങ്ങട്ടെ. അങ്ങനെ നിങ്ങൾക്കൊരു ധൈര്യം, എനർജി വരുമ്പോൾ നിങ്ങൾ അറിയാതെ തന്നെ സാമ്പത്തികമായിട്ടുള്ള ഉയർച്ചയ്ക്ക് വേണ്ടി നിങ്ങൾ ശ്രമിക്കും. ബിയോണ്ട് ലിമിറ്റ്സ് പല കോച്ചിങ് പ്രോഗ്രാമുകളും കണ്ടക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധിക്ക്, ആരോഗ്യത്തിൻ്റെ അഭിവൃദ്ധിക്ക്, നല്ല ബന്ധങ്ങൾ സൃഷ്ടിക്കുന്നതിന്, സന്തോഷകരവും സമാധാനപൂർവ്വമായിട്ടുള്ള ഒരു ജീവിതം നയിക്കുന്നതിനൊക്കെ സഹായിക്കുന്ന കോച്ചിങ് പ്രോഗ്രാം ബിയോണ്ട് ലിമിറ്റ്സ് കണ്ടക്ട് ചെയ്യുന്നു. ഈ കോഴ്സുകളൊക്കെ നിങ്ങൾ പങ്കെടുക്കുന്ന സമയത്ത് എത്രയോ നൂറുകണക്കിന് ആളുകൾക്ക് വലിയ വിജയങ്ങളും നേട്ടങ്ങളും അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്കും ഇതൊക്കെ സാധ്യമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രോഗ്രാമിനെ കുറിച്ച് അറിയാൻ നിങ്ങൾക്ക് താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം. ഡീറ്റെയിൽസ് എന്ന് ടൈപ്പ് ചെയ്ത് നിങ്ങൾക്കൊരു മെസ്സേജ് അയക്കാവുന്നതാണ്. വിശദമായിട്ടുള്ള വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് അതിൽ നിന്ന് ലഭിക്കും. മാറുവാൻ നമ്മൾ തയ്യാറായി ആക്ഷൻ എടുക്കുമ്പോൾ മാത്രമേ മാറ്റം വരികയുള്ളൂ. അപ്പോൾ മാറ്റത്തിനായി നിങ്ങളൊന്ന് മെസ്സേജ് അയയ്ക്കുക. കോച്ചിങ് പ്രോഗ്രാമിൻ്റെ വിശദ വിവരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു.